on Psalms 100. The Lord our protector. I look to the mountains. Where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger, and will keep you safe. He will protect you as you come and go, now and forever. ഞാൻ എടുത്തു വെച്ച സങ്കീർത്തനവും 129 വാക്യപ്രതിപക്ഷം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ചില നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന എല്ലാ ദൈവിക കൃപയ്ക്കായി കരുതലിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ സൃഷ്ടിച്ച നാൾ മുതൽ ജീവിതത്തിൻ്റെ ഈ നിമിഷം വരെയും അനേക നന്മകളെ കാണുവാൻ, അനുഗ്രഹങ്ങളെ കാണുവാൻ ഒക്കെ ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, നമുക്ക് സഹിപ്പാൻ കഴിയാത്തതായിട്ടുള്ള ജീവിത പ്രതിസന്ധികളൊക്കെ കടന്നു വന്നപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കാനായിട്ട് ഇടയായതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുദിനം നടത്തുന്ന വലിയ കൃപകൾക്ക് അനുസരണമായിട്ട് നന്ദിയോടെ ജീവിപ്പാൻ നമുക്ക് ഇടയായി തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയുടേതായി നമ്മോട് കൂടെ ഇരിക്കുന്നവനായിട്ടുള്ള ദൈവം, നല്ല സഹിയായി നമ്മെ വഴി നടത്തുന്നവനായിട്ടുള്ള ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുദിനം ജീവിപ്പാൻ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാം കടന്നു വന്നിരിക്കുന്ന ഈ ഭവനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിജയനങ്ങളുടെയും സുജാന്റെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് അങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, കർത്താവിൻ്റെ വലിയ കൃപ അനുഭവിക്കാനായിട്ടൊക്കെ അവിടുന്ന് ഇടയാക്കി ആയുസിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ അനവധി നന്മകളാലും കൃപകളാലും തുടർന്ന് വഴി നടക്കണമേ. കൂടുതൽ ബലത്തോടും ആരോഗ്യത്തോടും കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി ശുശ്രൂഷകളെ ചെയ്യുവാനായിട്ട് പ്രിയ അങ്കിളിനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയാൻ്റെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നാളിതുവരെയും നടത്തിയ എല്ലാ വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രവർത്തന മേഖലകളിലൊക്കെ അനുഗ്രഹത്തോടെ ഇത്രത്തോളം നിലനിൽപ്പാൻ ഇടയാക്കിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും സഹോദരങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് സ്നേഹിതര്, ചുറ്റുപാട് താമസിക്കുന്നവരെല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരണമായിട്ട് തുടർന്ന് ജീവിക്കാൻ നമുക്ക് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ലഭിക്കുന്ന ഓരോ നിമിഷവും അത് കർത്താവിൻ്റെ നാമം മഹത്വത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ, ലഭിച്ച നന്മകൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ ഈ സൃഷ്ടിച്ച് ഈ ഭൂലോകത്തിലാക്കി വെച്ചിരിക്കുന്നത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാനായിട്ടാവുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മ നമുക്ക് നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ,
പ്രിയ ആംഗിളിനോടും ആൻറ്റിയോടും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനായിട്ട് ഇവിടുത്തെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടന്നു വന്നിരിക്കുന്ന മകനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ ഭവനത്തിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതുവരെ നടത്തിയവനായിട്ടുള്ള ദൈവം തുടർന്നും നടത്തുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ ജീവിപ്പാൻ, വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാനായിട്ട് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നതായിട്ടുള്ള എല്ലാ ദൈവത്തിൻ്റെ വലിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ട്, ഓരോ നാളും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കി തീർക്കണമേ എന്ന ദൈവസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ പാടിയവരെയും തിരുവചനം വായിച്ചവരൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അവരിലൂടെയൊക്കെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് തുടർന്നും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട